അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മുടെ വീടുകളിൽ ബറക്കത്തുണ്ടാകാൻ എന്ത് ചെയ്യണം? കച്ചവടങ്ങളിൽ, കൃഷികളിൽ, ബിസിനസ്സുകളിൽ, വാഹനങ്ങളിൽ, നാം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളിലും ബർക്കത്തുണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ചൊല്ലേണ്ടത്, എന്താണ് എഴുതി വെക്കേണ്ടത് എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് സഹോദരങ്ങളുണ്ട്, സഹോദരിമാരുണ്ട്. കമന്റിലൂടെയും അല്ലാതെയും ചോദിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്. പരിശുദ്ധ ഖുർആനിലെ ഏറ്റവും മഹത്തായ ഒരുപാട് അത്ഭുതങ്ങളും അത്ഭുത ഫലങ്ങളും നിറഞ്ഞ ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്തിന്റെ ഫലങ്ങള്, ഗുണങ്ങള്, നേട്ടങ്ങള്, അതിന്റെ ഖുസൂസിയത്തുകൾ, പ്രത്യേകതകള്, ഫളായിലുകൾ, അതിന്റെ ശ്രേഷ്ഠതകള്, അതുകൊണ്ടുള്ള ഗുണഫലങ്ങൾ പറഞ്ഞ സ്ഥലത്ത് മഹാരഥന്മാരായ അള്ളാഹുവിന്റെ ആരിഫീങ്ങളും ഉലമാക്കളും അവരുടെ കിതാബുകളിൽ എഴുതി വെച്ചത് പറഞ്ഞ കാര്യം കിതാബുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്ത് ഒരാൾ എഴുതി വെച്ചാൽ ഫീ വറക്കത്തിൻ, ഒരു കടലാസിൽ 35 മറ, 35 തവണ, 35 പ്രാവശ്യം. അത് വീട്ടിൽ സൂക്ഷിച്ചു വെച്ചു. ബഹുമാനിക്കേണ്ട രൂപത്തിൽ നല്ല ഉയർന്ന സ്ഥലത്ത് അതിനെ സൂക്ഷിച്ചു വെച്ചു, കെട്ടിവെച്ചു. എന്നാലും ആ വീട്ടിൽ ശൈത്വാന് പ്രവേശിക്കൂല. ശൈത്വാന് പ്രവേശിക്കുന്ന, ശൈത്വാനിന്റെ സാന്നിധ്യം ഉള്ള വീട്ടിലാണ് ഇന്ന് എല്ലാ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഉള്ളത്. എത്ര വലിയ വീടുണ്ടാക്കിയാലും, ലക്ഷങ്ങൾ പൊടിച്ച്, കോടികൾ പൊടിച്ച് നാം വീടുണ്ടാക്കിയാലും, കൊട്ടാരം സമാനമായ വീടുണ്ടാക്കിയാലും ആ വീട്ടിൽ സമാധാനമില്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഒരു ദിവസം പോലും, ഒരു രാത്രി പോലും അവിടെ താമസിക്കാൻ സാധ്യമല്ല. വീട്ടിൽ എപ്പോഴും സന്തോഷങ്ങളും സമാധാനവും റാഹത്തും ഉണ്ടാകണം, ഐക്യമുണ്ടാകണം. ശൈത്താന് പ്രവേശിക്കുന്ന ഒരു വീട്ടിലും ഒരു സമാധാനം കിട്ടൂല. ശൈത്താൻ ഒരിക്കലും നമ്മെ അവന് എപ്പോഴും ശൈത്താന് നമ്മളെ ഭിന്നിപ്പിക്കാനും അതേപോലെ തന്നെ അനൈക്യത്തോടുകൂടെ ജീവിക്കാന് പ്രേരിപ്പിക്കുന്ന ഒരു നമ്മുടെ ശത്രുവാണ്. അപ്പൊ ശൈത്താൻ ആ വീട്ടിൽ പ്രവേശിക്കൂല. അതുപോലെ ജിന്നുകൾ, കാഫിരീങ്ങളായ ജിന്നുകൾ, മുഅ്മിനീങ്ങളായ ജിന്നുകളല്ല, കാഫിരീങ്ങളായ ജിന്നുകൾ ആ വീട്ടിൽ പ്രവേശിക്കൂല. അതേപോലെ തന്നെ ആ വീട്ടിൽ ധാരാളം ബർക്കത്തുകൾ ഉണ്ടാകും. ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ടും, ഒരു ദാരിദ്ര്യം ആ വീട്ടിൽ ഉണ്ടാകൂല എന്നാണ് അതിന്റെ അർത്ഥം. ഇത് വീട്ടിൽ എഴുതി വെച്ചാലുള്ള ഗുണങ്ങളാണ്. ഇനി 35 പ്രാവശ്യം ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി ഫീ ദുഖാനിൻ, കച്ചവട സ്ഥാപനങ്ങളിൽ, പീടികകളിൽ, ഷോപ്പുകളിൽ ഒരാള് എഴുതി വെച്ചാൽ, എഴുതി സൂക്ഷിച്ചാൽ, അവിടെ നടക്കുന്ന കച്ചവടത്തിൽ നല്ല ലാഭമുണ്ടാകും. ആ കച്ചവടത്തിൽ നല്ല ലാഭം കിട്ടും, നല്ല പുരോഗതി ഉണ്ടാകും, നല്ല മെച്ചമുണ്ടാകും, കസ്റ്റമർ വർദ്ധിക്കും, അവിടെ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകൂല. കച്ചവടം വർദ്ധിക്കും, സാധനങ്ങൾ വിറ്റുപോകും, നഷ്ടങ്ങൾ വരൂല. അതേപോലെ തന്നെ ആസിദീങ്ങളുടെ, അസൂയക്കാരുടെ എല്ലാവിധ കണ്ണുകളിൽ നിന്നും, കണ്ണന്മാരുടെ കണ്ണിൽ നിന്നും, ശത്രുക്കളുടെ ഷറുകളിൽ നിന്നും, സാഹിരികളുടെ സിഹറിൽ നിന്നും, എല്ലാവിധ ഷറുകളിൽ നിന്നും ആ സ്ഥാപനത്തെ, ആ കച്ചവടത്തെ, ആ പീടിയെ അല്ലെങ്കിൽ ആ കടയെ അള്ളാഹു രക്ഷപ്പെടുത്തും. അവർക്ക് ഒന്നും ചെയ്യാൻ സാധിക്കൂല.
വീട്ടിലെഴുതി വെച്ചാലും അങ്ങനെ തന്നെയാണ്. അത്രയും അത്ഭുതം നിറഞ്ഞ ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആനായ അല്ലാമൻ നാസിരി തങ്ങൾ ഖസീനത്തുൽ അസ്റാർ എന്ന ഗ്രന്ഥത്തിലാണ് ഈ വിഷയം പറഞ്ഞത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചാൽ നാം ഒരു സ്ഥലത്തും പരാജയപ്പെടൂല. ആ വീട്ടിൽ എപ്പോഴും സന്തോഷവും സമാധാനവും റാഹത്തും ഉണ്ടാകും. ആ കച്ചവട സ്ഥാപനത്തിൽ എഴുതി സൂക്ഷിച്ചാൽ അവിടെ നല്ല റാഹത്തുണ്ടാകും, സന്തോഷം ഉണ്ടാകും. ഇന്നിപ്പോ അധിക കച്ചവടക്കാരും നേരിടുന്ന പ്രയാസമാണ്, ഉസ്താദേ കച്ചവടമില്ല, കസ്റ്റമർ വരുന്നില്ല, ആരും വരുന്നില്ല, സാധനം വിറ്റുപോകുന്നില്ല, എന്തോ സംഭവിച്ചിട്ടുണ്ട്, ആരുടെയോ കണ്ണീർ സംഭവിച്ചിട്ടുണ്ട്, എന്തോ സിഹർ സംഭവിച്ചിട്ടുണ്ട്, എന്തോ ബുദ്ധിമുട്ടുണ്ട്, ഷറുണ്ടെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെല്ലാം പരിഹാരമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹിന്റെ പേര് എഴുതി വെച്ച സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. ലാ യദുറുഹു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ. അത് ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടും ഉണ്ടാകൂല. ലാ യദുറു മഅസ്മിഹി, അള്ളാഹുവിന്റെ പേരുള്ള സ്ഥലത്ത് ഒരു ബുദ്ധിമുട്ടുണ്ടാകൂല. ലാ യദുറു മഅസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ്സമാ. ആകാശത്ത് നിന്ന് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുണ്ടാകൂല, ഭൂമിയിൽ നിന്ന് ഇറങ്ങി വരുന്ന ബുദ്ധിമുട്ടുണ്ടാകൂല. ഒരുപാട് ബിസ്മിയുടെ മഹത്വങ്ങൾ ഒരുപാട് പറയാനുണ്ട്, ഒരുപാട് പറയാനുണ്ട്. കുല്ലു അംരിൻ ദീ ബാലിൻ, ഏതൊരു നല്ല കാര്യത്തിൽ നീ ഇറങ്ങുന്ന സമയത്ത് ലാ യബ്ദു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മി പറയാതെയാണ് നീ അത് ആരംഭിച്ചത്, ബിസ്മി നീ പറയാതെയാണത് തുടങ്ങിയതെങ്കിൽ അതിൽ ബറക്കത്ത് കുറവാണ്, അതിൽ ബറക്കത്ത് ഉണ്ടാകൂല. ഏത് നല്ല കാര്യം നീ ആരംഭിക്കുമ്പോൾ തുടങ്ങുമ്പോൾ ബിസ്മി പറഞ്ഞ് നീ തുടങ്ങണം. അതിനാണ് അള്ളാഹുവിന്റെ വലിയ ബറക്കത്തും റഹ്മത്തും സന്തോഷവും ഉള്ളത്. നാം 5 വക്ത് നിസ്കാരങ്ങളിലും നിർബന്ധമായി ഓതുന്ന ഒരു ആയത്തല്ലേ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അള്ളാഹുവിന്റെ പേര് കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു. അള്ളാഹുവിന്റെ പേര് കൊണ്ടാണ് ഒരു വിശ്വാസിയുടെ എല്ലാ കാര്യങ്ങളും തുടങ്ങേണ്ടത്. ഏത് നല്ല കാര്യത്തിനെ നാം ഇറങ്ങിയാലും ബിസ്മി ചൊല്ലാതെ നാം ആ കാര്യത്തിൽ ഇറങ്ങിയാൽ അതിൽ ബർക്കത്തുണ്ടാകൂല. ഒരുപാട് മഹത്വങ്ങള്, ബിസ്മിയുടെ മഹത്വങ്ങള് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത അത്രയും മഹാന്മാര് കിതാബുകളിൽ പറഞ്ഞിട്ടുണ്ട്. പൂർവീകരിൽപ്പെട്ട ഒരാള് മരണപ്പെട്ടപ്പോൾ എന്തായി? ഈ മരണപ്പെട്ട ആളുടെ ഭാര്യ ഗർഭിണിയായിരുന്നു. അങ്ങനെ അദ്ദേഹം മരണപ്പെട്ടപ്പോൾ ഖബറിൽ വലിയ പ്രയാസം അനുഭവിച്ചു. അങ്ങനെ കുറച്ചും കാലം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടി വലുതായി മദ്രസയിലേക്ക് ഇൽമു പഠിക്കാൻ പോയി. അവിടെ ഫാത്തിഹ പഠിച്ചു, ബിസ്മി പഠിച്ചു. ബിസ്മി അതേ ആ കുട്ടി ഓതിയ കാരണം കൊണ്ട് ഈ മകന്റെ ഉപ്പയുടെ ഖബറിൽ വലിയ സന്തോഷം ലഭിച്ചത് കിതാബുകളിൽ മഹാന്മാർ രേഖപ്പെടുത്തിയത് നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെ ഒരുപാട് മഹത്വങ്ങൾ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള അത്ഭുത ആയത്തിന്റെ മഹത്വങ്ങൾ നിരവധി അനവധി മഹാന്മാര് കിതാബുകളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മഹാനായ ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു വിഷം കുടിച്ചത് ഹദീസുകളിൽ നമുക്ക് കാണാൻ സാധിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുത ആയത്ത് ചൊല്ലിയാണ് വിഷം കുടിച്ചത്. ഒന്നും സംഭവിച്ചിട്ടില്ല. അത്രയും ഈമാനായിരുന്നു, അത്രയും വിശ്വാസമായിരുന്നു. ബിസ്മി ചൊല്ലി ഒരു കാര്യത്തിന് ഇറങ്ങിയാൽ അതിൽ പരാജയമുണ്ടാകും. കൈസർ രാജാവിന് വലിയ ഒരു തലവേദന, എത്ര ചികിത്സിച്ചിട്ടും എത്ര മരുന്ന് വാങ്ങിയിട്ടും അതിനൊരു മാറ്റവും വരാത്ത വന്നപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു കത്തെഴുതി, എന്റെ തലവേദന മാറാൻ എന്തെങ്കിലും ബിസ്മി പറഞ്ഞു തരണം, എന്തെങ്കിലും ഒരു പരിഹാരം പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരു തൊപ്പി കൊടുത്തയച്ചു. ഈ തൊപ്പി വെക്കാൻ പറഞ്ഞു. അങ്ങനെ ആ തൊപ്പി വെക്കുന്ന സമയത്ത് തലവേദന ഇല്ല.
തൊപ്പി മാറ്റി വെക്കുമ്പോൾ വീണ്ടും തുടങ്ങണം. അങ്ങനെ ആ തൊപ്പിയിൽ എന്താണ് ഉള്ളതെന്ന്, എന്താണ് കറാമത്ത്, ഈ തൊപ്പിന്റെ കറാമത്ത് എന്താണെന്ന് അന്വേഷിക്കാൻ തൊപ്പിന്റെ ഉള്ളു നോക്കിയപ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അതാണ് ബിസ്മിയുടെ മഹത്വം. ബിസ്മി എഴുതി വെച്ച ഒരു സ്ഥലത്തും ഒരു പരാജയം നമുക്ക് ഉണ്ടാകൂല. അത് വീട്ടിലാണെങ്കിലും കച്ചവട സ്ഥാപനങ്ങളിലാണെങ്കിലും കൃഷിയിടത്താണെങ്കിലും ഏതൊരു നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും ബിസ്മി ചൊല്ലി നാം തുടങ്ങിയാൽ അത് 100-ൽ 110% നമുക്ക് വിജയം അതിലുണ്ടാകും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന അത്ഭുതായത്തിന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ കാര്യങ്ങളും അള്ളാഹു വിജയിപ്പിക്കട്ടെ, സന്തോഷത്തിലാക്കട്ടെ, റാഹത്തിനും വിജയത്തിനും സന്തോഷത്തിനും പൂർത്തിയാക്കി തരട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.